ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഹൗ ടു കൺട്രോൾ ടോക്കിംഗ് മോർ. നമ്മൾ സംസാരം എങ്ങനെ കുറയ്ക്കാം, അമിതമായി നാം സംസാരിക്കുന്നത് എങ്ങനെ കുറച്ചു കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. അമിതമായി സംസാരിക്കുക എന്നത് ചിലരുടെ ശീലമാണ്. ചെറുപ്പം മുതലേ വളരെ കോൺഫിഡൻ്റായി സംസാരിക്കുന്നവരുമുണ്ട്, അധികം ആരുമായി സംസാരിക്കാത്ത ആളുകളുമുണ്ട്. അമിതമായി സംസാരിച്ച് പ്രശ്നങ്ങളിൽ ചെന്നപ്പെടുന്ന ആളുകളെല്ലാം നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. നമുക്കെങ്ങനെ അമിത സംസാരം ഒഴിവാക്കാം എന്ന് നോക്കാം. നാം കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും. നാം നിരന്തരമായി ഒരു പരിശ്രമം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമുക്കതിന് സാധിക്കുന്നു. നാം മറ്റുള്ളവരുമായി സ്പെൻഡ് ചെയ്യുന്നതിൽ എത്ര സമയം ചെലവഴിക്കുന്നു എന്ന് നോക്കാം. നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ചിന്തിച്ച് മാത്രം സംസാരിക്കുക. മറ്റുള്ളവരുമായി നാം സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനായി ശ്രമിക്കുക. കൂടുതൽ തുറന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇത് നമ്മുടെ അമിതമായ സംസാരം ഒഴിവാക്കാനും കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനും പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നു. കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുമായി കൂടുതൽ സംസാരിക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് സംസാരിക്കുക. ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കുക. ഒരു നല്ല കേൾവിക്കാരനായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്ത് കാര്യവും നാം മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ആവശ്യത ഉണ്ടോ എന്ന് ചിന്തിക്കുക. അതിന് മാത്രം ആ കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതും ഒഴിവാക്കുക. സംസാരത്തിനനുസരിച്ച് ശബ്ദത്തിൻ്റെ ഉച്ചത്തിൽ നിയന്ത്രിക്കുന്നത് ആവശ്യമാണ്. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിക്കണം, ഉച്ചത്തിൽ സംസാരിക്കരുതെന്ന്. ഏറ്റവും മോശമായ ശബ്ദം ഉച്ചത്തിൽ നാം സംസാരിക്കുന്നതാണ്. സംസാരിക്കുന്ന സമയത്ത് എതിർകക്ഷിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാം, അല്ലെങ്കിൽ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാം. അത് സംസാരത്തിൽ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കുന്നു. സാഹചര്യത്തിനും കേൾക്കുന്ന ആൾക്കും റിലവൻ്റായ കാര്യം മാത്രം പറയുക. നാം ഏത് കാര്യം സംസാരിക്കുമ്പോഴും സമയത്തിൻ്റെ ബോധത്തോടെ സംസാരിക്കുക. നാം മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് ഒരു ദിവസം മുന്നേ നമുക്കൊരു പ്ലാൻ റെഡിയാക്കാവുന്നതാണ്. നാം സംസാരിക്കുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഉള്ള വോയിസോട് കൂടി സംസാരിക്കുക. സംസാരിക്കുന്നവർ ഒരിക്കലും തപ്പിത്തടഞ്ഞ് സംസാരിക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.